തട്ടിപ്പ് സംഘത്തെ അശ്വഘോഷ് വെള്ളം കുടിപ്പിച്ചത്. പിതാവ് TC രാജേഷിന്റെ ഫോണിലേക്ക് വിളിച്ച സംഘം സാമ്പത്തിക തട്ടിപ്പിലെ പ്രതിയെന്ന് പറഞ്ഞ് കെണിയിൽ വീഴ്ത്താനാണ് ശ്രമിച്ചത്. മുംബൈ സൈബർ സെല്ലിലെ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ് ID കാർഡും കാണിച്ചെത്തിയ 2 ഉദ്യോഗസ്ഥർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തുകയും അശ്വഘോഷിന്റെ പേരിൽ 28 കേസുകളുണ്ടെന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആധാർ കാർഡും അക്കൗണ്ട് നമ്പറുമെല്ലാം ചോദിച്ചായിരുന്നു അടുത്ത വിരട്ടൽ. അതായത് ആദ്യം ഈ ട്രായലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ വിളിക്കുന്നു. ഇത് ഈ കോള് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഫോൺ എടുക്കും. എന്നിട്ട് ഇതേപോലെ പറയും, നിങ്ങളുടെ ID കാർഡ് ഉപയോഗിച്ച് വേറൊരു സിം എടുത്തിരിക്കുകയാണ്. ആ സിമ്മിൽ നിന്ന് കുറേ അധികം നമ്പറിലേക്ക് ആവശ്യമില്ലാതെ സ്പാം മെസ്സേജസും മറ്റും പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെയധികം തെറ്റാണെന്ന് പറയുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇവർ നമ്മുടെ പേരും സ്ഥലവും എല്ലാം ചോദിച്ചറിയാൻ നോക്കുന്നത്. നമ്മൾ ഏത് പേര് പറയുന്നോ ആ പേരിലായിരിക്കും പിന്നെ നിങ്ങൾ കുറ്റക്കാരനാണ് എന്ന് പറയുമ്പോൾ ആ പേര് പറഞ്ഞിട്ടായിരിക്കും അവർ പറയുക. അപ്പോൾ നമ്മളായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും അങ്ങോട്ടേക്ക് കൊടുക്കാതിരിക്കുക, അതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് വിശ്വസിപ്പിച്ച് കൊണ്ടുവരാം. ഏറ്റവും ലാസ്റ്റ് ആയപ്പോൾ ഇവർക്ക് ചെറിയ സംശയം തോന്നിട്ട് എൻ്റെ അടുത്ത് ശരിക്കുള്ള ID കാർഡ് കാണിക്കാനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന മുഴുവൻ ഡേറ്റയും തെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ID കാർഡ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ തൃശ്ശൂർ സൈബർ സെല്ലിൽ ഒരു സാറിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ആ വീഡിയോ എടുത്ത് ഇവർക്ക് തിരിച്ച് കാണിച്ചു കൊടുത്തു. നിങ്ങൾ ഇതിൽ പെട്ടവരല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി പണി കിട്ടിയെന്നുള്ളത്. അവരുടെ 2 മണിക്കൂർ പാഴാക്കിയാൽ അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് അവർ കുറേ ചീത്തയൊക്കെ വിളിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അവർക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലായിരുന്നു അവിടെ.